ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള വളരെ കുറച്ച് ചേരുവ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് റാഗിപ്പൊടിയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് വെള്ളമാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന റാഗി പൊടി ഒന്നും കൂടി ഒന്ന് കലക്കിയ ശേഷം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കൈ വിടാതെ തന്നെ ഇത് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാടങ്ങ് കുറുക്കി പോകണ്ട, അല്പം ലൂസായിട്ട് തന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതിവിടുന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസ് ക്യാരറ്റ് വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു റാഗിയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ 2 കപ്പ് പാല് ഒന്ന് തിളപ്പിച്ച ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ റാഗിയും ക്യാരറ്റൊക്കെ വെച്ച് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.